നമസ്കാരം. സ്വന്തം കാലിനടിയിലെ മണ്ണൊഴുകിപ്പോകുന്നത് കണ്ട് സംഘപരിവാരങ്ങൾ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. പ്രതികരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ജനങ്ങളെ പഴയതുപോലെ പറ്റിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ സംഘപരിവാരങ്ങൾ ഇപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഉത്തരം മുട്ടിയ സംഘപരിവാരങ്ങൾ വ്യാപകമായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതവിദ്വേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഇപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇതായിരുന്നു നരേന്ദ്രമോദി, ഇതാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും വലിയ ഭീഷണിയാണ് ഇപ്പോൾ സംഘപരിവാരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പരാജയം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം ഒരു വലിയ മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പല സർവേ ഫലങ്ങളും പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നത് അവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദിക്ക് പോലും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. നരേന്ദ്രമോദിക്കെതിരെ 153A അനുസരിച്ച് കേസെടുക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പരാതി എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പരാതി വന്നതോടുകൂടി സംഘപരിവാരങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ള പരാതികൾ രാജ്യവ്യാപകമായി ഉയർന്നു വന്നു കഴിഞ്ഞു. അതായത് അദ്ദേഹം മതത്തിന്റെ പേര് പറഞ്ഞ് പല സ്ഥലങ്ങളിലും അദ്ദേഹം വോട്ട് ചോദിച്ചു. മതത്തിന്റെയോ ദൈവങ്ങളുടെയോ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിച്ച് നരേന്ദ്രമോദി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നരേന്ദ്രമോദി പല സമയങ്ങളിലും നടത്തിയത്. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, കെട്ടിയ താലിമാല പോലും അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നവരാണ്, വളരെ മോശമാണ്. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് ഉള്ളതെല്ലാം എഴുതി കൊടുക്കും, എല്ലാം വിറ്റുപറക്കി മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്ത് വീണ്ടും ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിക്കെതിരെ 153A അനുസരിച്ച് കേസെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ചില കോടതികളിൽ ഇപ്പോൾ കേസുകൾ നിലവിലുണ്ട്. പല കേസുകളുമായി ബന്ധപ്പെട്ടും വരും ദിവസങ്ങളിൽ വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 6 വർഷത്തേക്ക് നരേന്ദ്രമോദിയെ അയോഗ്യനാക്കേണ്ടി വരും. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. എന്തായാലും സംഘപരിവാരങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി മാത്രം പറഞ്ഞുകൊണ്ടാണ്. അതായത് നരേന്ദ്രമോദി നിങ്ങൾക്ക് എല്ലാം തരും, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ വെച്ച് വ്യാപകമായി പ്രചരണം നടത്തുന്ന സംഘപരിവാരങ്ങൾക്ക് മോദിയെ അയോഗ്യനാക്കിയാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മോദി പ്രഭാവം ഇപ്പോൾ നിലവിലില്ല എന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും BJP നേതാക്കന്മാരും ഇപ്പോൾ തുറന്ന് സമ്മതിച്ചു തുടങ്ങി. നരേന്ദ്രമോദിക്ക് ഒരു അടി കിട്ടിയാൽ ആ അടി മറികടക്കുന്നതിന് വേണ്ടിയാണ് അവർ കുറച്ച് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി ഏറെക്കുറെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. എന്തായാലും തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതായത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തുടനീളം പ്രചരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ അദ്ദേഹം വോട്ട് ചോദിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. എന്തായാലും ഇത് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ധാരാളമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹമാണ് പ്രധാനമന്ത്രി, അധികാരം അദ്ദേഹത്തിന്റെ പക്കലാണ്. അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചാൽ മാത്രമേ നരേന്ദ്രമോദിക്കെതിരെ ഒരു നടപടി ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ. മറിച്ച് നരേന്ദ്രമോദി വിജയിച്ചാലും, ഇത്തരത്തിൽ നടപടിയെടുക്കാതെ വിജയിച്ചാലും, ഇനി അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രി തന്നെ ആവുകയാണെങ്കിൽ പോലും ഇവിടെ ശക്തമായ നിയമയുദ്ധത്തിന് ഒരു വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. രാജ്യത്തെ പൊതുജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ മാറ്റി നിർത്തി അവർ സംഘടിച്ച് ഇപ്പോൾ സംഘപരിവാരങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് വിജയിച്ച് ഏതെങ്കിലും നിലക്ക് അധികാരത്തിലെത്തിയാൽ പോലും 5 വർഷം തികക്കാൻ മോദിയെ അനുവദിക്കില്ല എന്ന് പലരും പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. എന്തായാലും നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്
വലിയ വെല്ലുവിളികളാണ്. അദ്ദേഹത്തിന് ജയിച്ചാലും 5 വർഷം MP ആയി തുടരാനോ അല്ലെങ്കിൽ അധികാരത്തിലെത്തിയാൽ 5 വർഷം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാനോ കഴിയാത്ത ഒരു സാഹചര്യം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇന്ത്യ സഖ്യം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. എന്തായാലും 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും BJPക്ക് കനത്ത തിരിച്ചടികൾ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.